അപ്പോൾ ഇത് ഒരു തേനടയാണ്. ഇതിൽ എത്ര ഗ്രാം തേനുണ്ടാവും നമുക്കൊന്ന് തൂക്കി നോക്കാം. ഇതിപ്പോ സീറോയിലാണുള്ളത്. ഇതാണ് ഹണി ചേംബർ. ഇതിലുള്ള ഫ്രെയിമിൽ നിന്ന് മാത്രമേ നമുക്ക് തേനെടുക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. ഓരോ ഭാഗത്തുള്ള പൂക്കളൊക്കെ അനുസരിച്ചാണ് അതിന്റെ കളറിലും സ്മെല്ലിലും ടേസ്റ്റിലൊക്കെ വ്യത്യാസം വരും. വ്യാജ തേനും ഒറിജിനൽ തേനും എങ്ങനെയാണുള്ളത് നമുക്കിന്ന് പറഞ്ഞു തരാം. ഒരു കൂട്ടിൽ ഒരു റാണീച്ച ഉണ്ടാവുള്ളൂ. അപൂർവമായിട്ട് ഒന്ന് കൂടുതൽ ഉണ്ടാവാറുണ്ട്. ഈ വലിയ വീഡിയോ ഫുള്ളായിട്ട് ഇരുന്ന് കാണാം. എന്നാലേ നമുക്ക് എന്താണ് തേനും എങ്ങനെയാണ് നല്ല തേനും ചീത്ത തേനും തിരിച്ചറിയുന്നതെന്നും നമുക്ക് മനസ്സിലാക്കാം. ഹായ്, അപ്പൊ ഇന്ന് ഞാനത് മലപ്പുറം ജില്ലയിൽ കരുവാരുണ്ടാണ് കേട്ടോ. കരുവാര കൊണ്ട് നമ്മുടെ ഷിഹാബ്ക്കാണിത്. അപ്പൊ വളരെ വ്യത്യസ്തനായിട്ടുള്ള ഒരു തേന് കൃഷി ചെയ്യുന്ന കർഷകനാണ്. ഇക്കാരെ കറക്റ്റ് ലൊക്കേഷനായിട്ട് വരുന്നത് വീട് മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ മേലാറ്റൂരാണ്. ഇപ്പൊ നമ്മൾ നിൽക്കുന്ന സ്പോട്ട് കരുവാരുണ്ട് കൽക്കുണ്ടിലാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. ഓക്കെ ഇക്ക, അപ്പൊ ഇന്ന് നമുക്ക് വ്യാജതേനും ഒറിജിനൽ തേനും എങ്ങനെ തിരിച്ചറിയാം, പെട്ടെന്ന് തിരിച്ചറിയാം, അതിനെ കുറിച്ച് ഒന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല? വ്യാജതേനും ഒറിജിനൽ തേനും എങ്ങനെയാണുള്ളത് നമുക്കിന്ന് പറഞ്ഞു തരാം. നമുക്ക് ആദ്യം കൂടിനൊന്ന് പരിചയപ്പെടാം. ഓക്കെ. ഒരു തേനീച്ച കൂടിന്റെ മെയിൻ ആയിട്ടുള്ള ഭാഗമാണ് ഇത്. ബ്രൂട്ട് ചേംബർ എന്ന് പറയും ഈ ഭാഗം, ഈ പച്ച കളറുള്ള ബോക്സ്. ഇതിന്റെ മുകളിൽ വരുന്നതാണ് ഹണി ചേംബർ. ഇത് ഹണി ചേംബർ. ഇത് നിറഞ്ഞാലാണ് നമ്മൾ ഈ ചേംബർ വെക്കുന്നത്. വീണ്ടും നിറഞ്ഞാൽ ഇതിന്റെ മുകളിൽ വീണ്ടും ചേംബറുകൾ അടുക്കി വെക്കും. ഇത് സീസൺ സമയത്ത് മാത്രം, തേൻ ഉൽപാദന സമയത്ത് മാത്രമാണ് ഈ കൂടുകൾ, ഈ ബോക്സുകൾ നമ്മൾ വെക്കുന്നത്. അല്ലാത്ത സമയങ്ങളിൽ തേനീച്ചയുടെ മുട്ടയും പുഴുവും സമാധിയും എല്ലാം ഉണ്ടാകുന്നത് ഈ ബ്രൂട്ട് ചേംബറിലാണ്. ഇതിലാണ് റാണീച്ച എല്ലാം ഉണ്ടാവുക. ഇതിനകത്ത് ഹണി സ്റ്റോർ ചെയ്യുന്ന ചേംബറുകളാണിത്. ഇത് സീസൺ സമയത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. കേരളത്തിലെ തേനിന്റെ സീസൺ ഒരു ജനുവരി മുതൽ ഒരു മാർച്ച് ഏപ്രിൽ വരെയാണ് തേൻ ഉൽപാദന സമയം. ആണല്ലേ? ഓക്കെ. നമുക്ക് റാണിനൊക്കെ കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? റാണി നമുക്ക് നോക്കാം. കാണാൻ പറ്റും. പറ്റൂലേ? ഓക്കെ. അപ്പൊ നമ്മൾ ഇനി എന്താ അടുത്ത് കാണിച്ചു കൊടുക്കുന്നത്? നമുക്ക് ഇതിൽ കൂട്ടിലേക്ക് എങ്ങനെയാണ് തേൻ വരുന്നതെന്നും പല ആളുകളും നമ്മളോട് ചോദിക്കാറുണ്ട്. നിങ്ങൾ ഷുഗർ സിറപ്പ് പഞ്ചസാര കൊടുത്തിട്ടല്ലേ തേൻ ഉൽപ്പാദിപ്പിക്കുന്നു? ഒരിക്കലുമല്ല. എങ്ങനെയാണ് ഒരു കൂടിലേക്ക് തേൻ വരുന്നത് നമുക്ക് നോക്കാം. അത് നമുക്ക് ഈ കൂടും തുറന്ന് പരിശോധിക്കാം. ഇത് 2 ആഴ്ച മുമ്പ് തേൻ എടുത്ത കൂടാണ്. ഈ വർഷത്തില് 4ാമത്തെ റൗണ്ട് തേൻ എടുത്തൊരു കൂടാണത്. നമുക്കിതിൽ തേൻ വന്നിട്ടുണ്ടാവും. നമുക്കൊന്ന് പരിശോധിക്കാം. ഓക്കെ. ഇതാണ് ഹണി ചേംബർ. ഇതിലുള്ള ഫ്രെയിമിൽ നിന്ന് മാത്രമേ നമുക്ക് തേനെടുക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. ഇത് ബ്രൂട്ട് ചേംബറിലുള്ള അടകളിലൊക്കെ കുഞ്ഞുമക്കളും ഈച്ചയൊക്കെ ഉണ്ടാവുക. ഇതിൽ തേൻ ഉണ്ടാവില്ല. ഈ ചേംബറിൽ മാത്രമേ തേൻ ഉണ്ടാവുള്ളൂ. ഇത് ഹണി ചേംബറിലുള്ള ഒരു അടയാണ്. ഇത് സ്മോക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ എടുക്കാം. പക്ഷെ സ്മോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് ഷേക്ക് ചെയ്താൽ തന്നെ ഈച്ചകൾക്ക് മാറി കിട്ടും. നിങ്ങൾ സ്മോക്ക് ചെയ്യാറില്ലേ? സ്മോക്ക് ചെയ്താൽ അതിൽ തേനൊരു പുകയുടെ ടേസ്റ്റ് വരും. തേനെടുക്കുമ്പോൾ സ്മോക്ക് ചെയ്യുന്നത് ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഈ ഫ്രെയിമിന്റെ ക്യാപ്പ് ചെയ്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കത്തി കൊണ്ട് ചെത്തിയിട്ട് വേണം, എക്സ്ട്രാക്ടറിൽ വെച്ചിട്ട് കറക്കി വേണം തേനെടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ഇങ്ങനെ തേനെടുക്കുന്നതുകൊണ്ട് തന്നെ ഈ ഫ്രെയിമിന് പല തവണ ഒരു 5ഓ 6ഓ പ്രാവശ്യം ഒരു സീസണിൽ നമുക്ക് ഇത് വീണ്ടും ഇതിൽ നിന്ന് തേൻ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമുക്ക് ഈ കൃഷി ലാഭകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. മറിച്ച് നമുക്ക് ഇതിന് കട്ട് ചെയ്തെടുത്താൽ ഒരു സീസണിൽ ഒരു പ്രാവശ്യം മാത്രമേ നമുക്ക് തേനെടുക്കാൻ പറ്റുള്ളൂ. ഈ ഒരു അടിയിൽ എത്ര വെയിറ്റ് തേനുണ്ടാവും? ഇതിന് ഒരു ഏകദേശം 1/2 കിലോ തേനോളം ഉണ്ടാവും. നമുക്ക് ഇതിനൊന്ന് തൂക്കി നോക്കാം. എന്നിട്ട് നമുക്ക് മെഷീനിൽ വെച്ചിട്ട് കറക്കാം. അപ്പൊ ഇത് ഒരു തേനടയാണ്. ഇതിൽ എത്ര ഗ്രാം തേനുണ്ടാവും നമുക്കൊന്ന് തൂക്കി നോക്കാം. ഇതിപ്പോ സീറോയിലാണുള്ളത്. എത്ര ഉണ്ട്? 934 ഗ്രാമാണ് ഈ ഒരു അടയുടെ ഇപ്പോഴത്തെ വെയിറ്റ്. നമുക്ക് ഇതിൽ തേൻ എടുത്ത ശേഷം വീണ്ടും ഇതൊന്ന് തൂക്കി നോക്കാം. അപ്പൊ എത്ര ഗ്രാം തേൻ ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. നോക്കാൻ പറ്റൂലേ? അതെ. നമുക്ക് ഇതൊന്ന് ചെത്തിയിട്ട് മെഷീനിൽ വെച്ച് കറക്കാം. നമുക്ക് ഈ അടയുടെ ഈ സ്കിന്ന് ചെത്തി എടുക്കാം. ഈ സീൽ ചെയ്യാത്ത തേൻ എടുക്കാൻ പറ്റില്ലല്ലോ? സീൽ ചെയ്യാത്ത തേന് മെച്യൂരിറ്റി എത്താത്ത തേനാണ്. ക്യാപ്പ് ചെയ്യാത്ത തേന് മെച്യൂരിറ്റി എത്താത്ത തേനാണ്. ആ തേൻ എടുക്കാൻ പറ്റില്ല. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അത് പുളിപ്പ് വരാനൊക്കെ സാധ്യതയുണ്ട്. നന്നായിട്ട് മെച്യൂരിറ്റി എത്തിയ തേനെ ഇതുപോലെ ക്യാപ്പ് ചെയ്യുള്ളൂ. ഇതിന്റെ 2 സൈഡിലും ഇതുപോലെ സ്കിൻ ഉണ്ടാവും. ഇത് ചെത്തി മാറ്റണം. ഈ ഇങ്ങനെ ചെത്തിയ ഫ്രെയിമിന് നമുക്ക് തേൻ എക്സ്ട്രാക്ടർ ഇതാണ് തേനെടുക്കുന്ന മെഷീന്. ഇതിനകത്ത് വെക്കണം. ഇതൊരു വ്യത്യസ്ത ഇതാണല്ലോ. ഇതിൽ 4 ഫ്രെയിം പോകും. പിന്നെ മാത്രമല്ല അത് തേന് അട മറിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. 2 സൈഡൊക്കെ കറക്കാൻ പറ്റൂലേ? അതെ. ഇതുപോലെ 4 അട ഒരുമിച്ച് നമുക്ക് ഇതിലേക്ക് വെക്കാം. അടുത്ത് എടുക്കാം.
ഈ തേൻ എന്താ വൈറ്റ് കളറാണോ ഇത് പല കളറിലും നമുക്ക് തേൻ കിട്ടും. ഒരു സീസണിൽ തന്നെ ചുമന്ന കളറിലും വൈറ്റ് കളറിലും ഡാർക്ക് കളറിലൊക്കെ തേൻ കിട്ടും. ഈ ഓരോ ഭാഗത്തുള്ള പൂക്കളൊക്കെ അനുസരിച്ചാണ് അതിന്റെ കളറിലും സ്മെല്ലിലും ടേസ്റ്റിലൊക്കെ വ്യത്യാസം വരും. അപ്പോൾ നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന ഇതിന് ഇപ്പോൾ ഈ പല മരങ്ങളുണ്ട്. ഇപ്പോൾ ഈ നിൽക്കുന്നത് ഒരു അവക്കാഡോ മരമാണ്, ഈ വലിയ മരം. ഈ വലിയ മരം അല്ലേ? അതെ. പിന്നെ ഇത് റംബൂട്ടാനാണ്. ഇവിടെ പിന്നെ ജാതിയുണ്ട്, കൊടംപുളിയുണ്ട്, അങ്ങനെ പല മരങ്ങളുണ്ട്. അതിന് ചുറ്റും റബ്ബർ തോട്ടങ്ങളുണ്ട്. പല ഭാഗങ്ങളിൽ നിന്നും തേൻ വരാറുണ്ട്. പിന്നെ ഈ കൽക്കുണ്ട് ഏരിയയില് ചൂട് കുറച്ച് കുറവുള്ള ഏരിയയാണ്. അതുകൊണ്ട് തന്നെ വല്ലാതെ ഡാർക്ക് കളർ തേൻ ഇവിടെ നിന്ന് കിട്ടൂല അല്ലേ? അത്യാവശ്യം തണുപ്പിൽ ഏരിയ ആകുമ്പോൾ നല്ല വൈറ്റ് കളർ. മറ്റു സ്ഥലങ്ങളെ അപേക്ഷിച്ച് കുറച്ചും കൂടി ലൈറ്റ് കളർ തേനാണ് ഈ ഭാഗത്തുനിന്ന് കിട്ടുന്നത്. അത് കാലാവസ്ഥയുടെ മാറ്റമായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി ഇത് ക്ലോക്ക് വേസും ആന്റി ക്ലോക്ക് വേസും തിരിച്ചാൽ മതി. നമുക്ക് തിരിച്ചു നോക്കാം. അല്ല, നിങ്ങൾ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിച്ചാണോ? ഇത് ഒരു പാർട്ടിനെ കൂടി നമുക്ക് വേണ്ടി ചെയ്യിപ്പിച്ചതാണ്. ഇപ്പൊ തേനൊക്കെ ഇറങ്ങിയിട്ടുണ്ടാവും? ഏകദേശം ഒക്കെ ഇറങ്ങില്ലേ? അടിയിൽ തേന് കറക്റ്റ് നിൽക്കുന്നുണ്ട് അല്ലേ? അതെ. ഇതിന്റെ ഇപ്പത്തെ വെയിറ്റ് നമുക്കൊന്ന് നോക്കാം. ഇത് തേൻ എടുക്കുന്നതിന് മുമ്പ് ഇതിന്റെ ഉണ്ടായിരുന്ന വെയിറ്റ് 934 ഗ്രാം ആയിരുന്നു. ഇപ്പൊ ഏകദേശം 140 ഗ്രാമാണ് ഇപ്പൊ ഇതിൽ വെയിറ്റ് ഉള്ളത്. ഏകദേശം ഒരു 800 ഗ്രാമോളം തേൻ മാത്രം ഇതിലുണ്ടായിരുന്നു. അതിപ്പോ തേന് നമുക്ക് മെഷീനിലുണ്ട്. അപ്പൊ ഏകദേശം 800 ഗ്രാമോളം തേന് ഒരു അടിയുന്നുണ്ട്. അങ്ങനെ 4 അടയാണ് ഒരു സൂപ്പറിൽ ഉണ്ടാവുക. അത് നിറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് സൂപ്പർ വെക്കും. അത് നിറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തേർഡ് സൂപ്പർ വെക്കും. ഇതിപ്പോ ഏകദേശം 2 ആഴ്ച കൂടുമ്പോ അങ്ങനെ എടുക്കും. 2 ആഴ്ച കൂടുമ്പോൾ ഇത് ക്യാപ്പ് ചെയ്യുന്നതാണ്. നന്നായിട്ട് ഫ്ലോ ഉള്ള സമയത്ത്, തേൻ വരുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി നേരത്തെ എടുക്കാൻ പറ്റും. ഫ്ലോ കുറയുന്നതിനനുസരിച്ച് സീൽ ചെയ്യുന്നതിന്റെ സമയം കൂടി വരും. അതിൽ തേൻ എടുത്തു കഴിഞ്ഞാൽ ഈ അട വീണ്ടും നമുക്ക് ഈ കൂട്ടിലേക്ക് തന്നെ വെച്ചു കൊടുക്കാം. അതുകൊണ്ട് തന്നെ ഈ കോമ്പ് പണിയേണ്ട ടൈം ഈച്ചയ്ക്ക് ലാഭം ആയതുകൊണ്ട് ഇതിൽ വീണ്ടും തേൻ വരും. അതെ. ഈ ചെത്തെടുത്ത ഈ അടഞ്ഞ് എന്താ ചെയ്യാ? ഇതില് തേന് ഫിൽട്ടർ ചെയ്തെടുത്ത ശേഷം ഇതിന്ന് വാക്സ്, ഇത് തേനീച്ചയുടെ ബോഡിയിൽ നിന്ന് ഉണ്ടാവുന്ന ഒരു തരം വാക്സ് ആണ്, ബി വാക്സ്. ഇത് മാർക്കറ്റിൽ അത്യാവശ്യം നല്ല വിലയുള്ള സാധനമാണ്. ഇതിൽ നിന്ന് നമുക്ക് ഈ തേനും വരിച്ചെടുത്ത ശേഷം ഈ വാക്സ് പല ഓയിൽസും ആഡ് ചെയ്തിട്ട് ലിപ് ബാം, നമ്മൾ കാല് വിണ്ടു പൊട്ടുന്നതിനുള്ള ക്രീമുകളൊക്കെ ഉണ്ടാക്കും. മാർക്കറ്റിൽ കിട്ടുന്ന പല ക്രീമുകളും പെട്രോളിയം വാക്സ് കൊണ്ട് ഉണ്ടാക്കുന്നതാണ്, മെഴുകുതിരിയുടെ വാക്സ് കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. ബി വാക്സ് കൊണ്ടുള്ള ക്രീം വളരെ അപൂർവമായിട്ട് ഇന്ത്യൻ മാർക്കറ്റിലുള്ളൂ. നമ്മൾ ചെയ്യാറുണ്ട്, സെയിലുണ്ട്. ആവശ്യക്കാർക്ക് വേണമെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം. അപ്പൊ ഞാൻ ഈ തേനിന് ടേസ്റ്റ് ചെയ്യാൻ പോകട്ടോ. കണ്ടില്ലേ, നല്ല നാടൻ തേന് ഈ ബോക്സിൽ നിന്ന് ഇപ്പൊ എടുത്ത തേനാണ്. അപ്പൊ ഞാൻ ഇതൊന്ന് ടേസ്റ്റ് ചെയ്തോ കേട്ടോ. നല്ല അടിപൊളി തേന്, ഒന്ന് ടേസ്റ്റ് ചെയ്തോ കേട്ടോ. ഒരു വെറൈറ്റി ടേസ്റ്റ് ആണല്ലോ ഇക്ക. അതെ. ഇത് ഈ ഒരു ഏരിയയിൽ ഇല്ലായതുകൊണ്ട് ആണോ? മാത്രല്ല, അത് പല സമയത്ത് എടുക്കുമ്പോൾ പല തരം പൂക്കളിൽ നിന്നാ വരിക. അത് പൊതുവെ പിന്നെ അതിൽ ഈ കരന്റെ മേഖല ആകുമ്പോ നല്ല ഫ്രഷ് ആയിട്ടില്ലല്ലേ, ഒരുപാട് പൂക്കൾ നിന്നൊക്കെ എടുക്കുന്ന തേനാണത്. പിന്നെ അതേപോലെ തന്നെ ഇതാണ് ഹണി കോമ്പ്, അതായത് തേനട. അപ്പൊ ഇത് ഇക്ക സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ആവശ്യമുള്ളവര് ഇക്കാന്റെ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഇത് അയച്ചു തരും. അല്ലൊക്കെ നിങ്ങൾ ഈ തേൻ കൃഷി ചെയ്യുന്നത് തീറ്റ കൊടുത്തിട്ട് ചെയ്യണേ? തേനീച്ച കൂട്ടിലേക്ക് നമ്മുടെ നാട്ടില്, പ്രത്യേകിച്ച് നമ്മളെ വെസ്റ്റേൺ ഗാർഡ്സിന്റെ ഈ തായ്വാരങ്ങളിലൊക്കെ, പക്ഷിമഘട്ടത്തിന്റെ തായ്വാരങ്ങളിലൊക്കെ ധാരാളം തേനുണ്ട്. ഈ തേന് മഴക്കാലത്തിന് മുമ്പാണ് ഈ ഉറുമ്പ് തീറ്റ ശേഖരിക്കുന്ന പോലെ തേനീച്ചകൾ ഈ തേൻ ശേഖരിച്ചു വെക്കുന്നത്. കർഷകർ ഈ തേൻ എടുത്തു മാറ്റുമ്പോൾ സ്വാഭാവികമായിട്ടും ഇനി വരാൻ പോകുന്ന മഴക്കാലത്ത് ഇവരെ മക്കൾക്ക് ഫുഡില്ലാത്ത സാഹചര്യം വരും. ആ സമയത്താണ് നമ്മൾ ഇതിന്റെ ഈ അടകളൊന്നും, ഈ ഹണി ചേമ്പറോ ഭാഗങ്ങളോ ഇതിനുണ്ടാവില്ല. ഈ കാലി ഒരു പെട്ടി മാത്രമേ ഉണ്ടാവുള്ളൂ. അതിലൊരു ചിരട്ട വെച്ചിട്ട് ഷുഗർ സിറപ്പ് കൊടുക്കും. അത് മഴക്കാലത്ത് മാത്രമേ കൊടുക്കുള്ളൂ. തേൻ ഉൽപാദന സമയം ജനുവരിക്ക് ശേഷമാണ്. തേൻ ഉൽപ്പാദിപ്പിക്കുന്ന സമയത്ത് ഒരു തുള്ളി സിറപ്പോ പഞ്ചസാര സിറപ്പോ തീറ്റ നമുക്ക് കൊടുക്കേണ്ടതില്ല. പ്രകൃതിയിൽ നിന്നുള്ള തേൻ മാത്രമാണ്, 100% പ്രകൃതിയിൽ നിന്നുള്ള തേൻ മാത്രമേ കൂട്ടിലുണ്ടാവുള്ളൂ. ആളുകൾക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, തേനീച്ച കർഷകരൊക്കെ തീറ്റ കൊടുത്തിട്ടാണ് തേൻ ഉൽപ്പാദിപ്പിക്കുന്നത്. വളരെ തെറ്റായ ധാരണയാണ്. നമ്മുടെ നാട്ടിൽ ഒരുപാട് വ്യാജതേൻ ആളുകൾ വിൽക്കപ്പെടുമ്പോഴും വലിയ വലിയ വിലക്ക് വിൽക്കപ്പെടുമ്പോഴും കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന തേനിന് ഡിമാൻഡ് ഇല്ലാത്തത് ഈ തെറ്റിദ്ധാരണയുടെ കാരണത്താണ്. അപ്പൊ നമ്മള് ഫസ്റ്റ് പറഞ്ഞല്ലോ, വ്യാജതേനും അതുപോലെ തന്നെ ഒറിജിനൽ തേനും എങ്ങനെ തിരിച്ചറിയാം? അതിനെ കുറിച്ച് കറക്റ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കി. വെള്ളത്തിൽ ഒഴിച്ചു നോക്കിയും
പേപ്പറിൽ ഒറ്റിച്ചും നഖത്തിൽ ഒറ്റിച്ചും കത്തിച്ചും നോക്കിയിട്ടൊക്കെ വ്യാജ തേനും ഒറിജിനൽ തേനും തിരിച്ചറിയുന്ന പല മാർഗ്ഗങ്ങളും യൂട്യൂബിലൊക്കെ പലരും പറയുന്നത് കേൾക്കാറുണ്ട്. സത്യത്തിൽ ഈ മാർഗ്ഗങ്ങളിലൊന്നും തേൻ്റെ ക്വാളിറ്റി തിരിച്ചറിയാൻ കഴിയൂല. ഒറിജിനലിനെ വെല്ലുന്ന വ്യാജനാണ് മാർക്കറ്റിലുള്ളത്. മുമ്പൊക്കെ വീടുകളിലോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ബക്കറ്റിലൊക്കെ കലക്കിയിട്ടൊക്കെയാണ് വ്യാജതേൻ ഉണ്ടാക്കുന്നത്. പക്ഷെ ഇപ്പോൾ ഫാക്ടറികളാണ് വ്യാജതേൻ ഉണ്ടാക്കുന്നത്. ഫാക്ടറികളിലാണ് വ്യാജതേൻ ഉണ്ടാക്കുന്നത്. ഈ നാടൻ ടെസ്റ്റുകളിനെ മറികടക്കാവുന്ന രീതിയിലാണ് ഈ ടെക്നോളജി ഇത്രയും പുരോഗമിച്ച കാലത്ത് വ്യാജതേൻ ഉണ്ടാക്കുന്നത്. ഇന്ന് തേൻ തിരിച്ചറിയാവുന്ന ഒരു പരിധി വരെ നമുക്ക് അറിയാൻ പറ്റുന്നത് ലാബ് ടെസ്റ്റാണ്. ഫുഡ് ലാബിൽ ടെസ്റ്റ് ചെയ്താൽ ഒരു പരിധി വരെ നമുക്ക് അറിയാൻ പറ്റും. പക്ഷേ ഒരു സാധാരണക്കാരന് 1 കിലോ 1/2 കിലോ തേൻ വാങ്ങിക്കുന്നത് ഫുഡ് ലാബിൽ കൊണ്ട് ടെസ്റ്റ് ചെയ്യാനുള്ളത് പോസിബിൾ അല്ല, ബുദ്ധിമുട്ടാണ്. പിന്നെ അവർക്ക് ചെയ്യാവുന്നത്, നമ്മുടെ നാട്ടിൽ ധാരാളം തേൻ ഉൽപ്പാദിപ്പിക്കുന്ന കർഷകരുണ്ട്. അവരൊക്കെ വിൽപ്പന പല രീതിയിലുള്ള പ്രതിസന്ധികളിലാണ്. പല തെറ്റിദ്ധാരണയുടെ പേരിലാണ് അവരുടെ തേൻ വാങ്ങിക്കാത്തത്. തീറ്റ കൊടുത്തിട്ടാണ് തേൻ ഉൽപ്പാദിപ്പിക്കുന്നതൊക്കെ തെറ്റിദ്ധാരണയിൽ. പക്ഷേ ഈ ആളുകളൊക്കെ തേൻ വാങ്ങിക്കുന്നത് വളരെ വില കൊടുത്ത് കാട്ടുതേനാണെന്നൊക്കെ പറഞ്ഞ് പല വ്യാജ തേനാണ് വാങ്ങിച്ച് ഉപയോഗിക്കുന്നത്. ഏറ്റവും നല്ലത് അവർക്ക് ഏറ്റവും പരിചയമുള്ള ഏറ്റവും അടുത്തുള്ള ഒരു കർഷകരുടെ അടുത്ത് തേൻ വാങ്ങിക്കുന്നതാണ് ഏറ്റവും നല്ലത്. എന്താണെങ്കിലും നമ്മളെ ആളുകളെ വളരെ കെമിക്കലൊന്നും കൊടുത്ത് നമ്മുടെ അയൽവക്കത്തുള്ള ആളുകളെ നാട്ടുകാരെയൊന്നും പറ്റിക്കാനൊന്നും പോകുന്നില്ല. ആ ഒരു തൊട്ടടുത്തുള്ളവരെ വിശ്വസിക്കലാണ് ഏറ്റവും നല്ല തേൻ. ഈ ബോക്സിൽ നിന്ന് എടുത്തിട്ടുള്ള നല്ല ഒറിജിനൽ തേനാണ്. ഈ ഒറിജിനൽ തേന് കട്ട പിടിക്കോ? പലപ്പോഴും ആളുകൾക്ക് സംശയം ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഒറിജിനൽ തേൻ കട്ട പിടിക്കുമോ എന്നുള്ളത്. കട്ട പിടിക്കുന്നതല്ല, ഇതിൻ്റെ അടിഭാഗത്ത് ക്രിസ്റ്റൽ ഫോം രൂപപ്പെടുന്നതാണ്. അത് ഒറിജിനൽ തേൻ ക്രിസ്റ്റൽ ഫോമൊക്കെ മാറും. ലോകത്തുള്ള എല്ലാ തേനും ക്രിസ്റ്റൽ ഫോമൊക്കെ മാറും. ചില തേന് സ്പീഡായിട്ട് മാറും, ചിലത് സ്ലോയിൽ മാറും. വ്യാജതേൻ അത് ഞാൻ പറഞ്ഞു തരാം. ഈ തേൻ കട്ട പിടിക്കുന്നത് വ്യാജതേൻ ആയതുകൊണ്ടോ പഞ്ചസാര സിറപ്പ് ഫുഡായി കൊടുത്തുകൊണ്ടോ അല്ല. അതൊരു തെറ്റിദ്ധാരണയാണ്, ഒരിക്കലും അല്ല. അത് നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കാം. തേൻ കട്ട പിടിക്കുന്നതിന് 3 കാരണങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന്, തേൻ ഏത് തരം പൂക്കളിൽ നിന്നാണോ വന്നിട്ടുള്ളത്. രണ്ടാമത്, തേൻ സ്റ്റോർ ചെയ്യുന്ന രീതി. മൂന്നാമത്, തേനിലെ സൂക്രോസ് ഫ്രാക്ടോസ് റേഷ്യോ. ഈ 3 കാരണങ്ങളാണ് തേനിന്റെ കട്ട പിടിക്കുന്നതിന്റെ പ്രധാന ഘടകങ്ങൾ. കട്ട പിടിക്കല്ല, ക്രിസ്റ്റൽ ഫോമൊക്കെ മാറുന്നത്. ഇപ്പോൾ പ്രധാനമായിട്ട് ഇത് സ്റ്റോർ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ, ഇത് ഫ്രിഡ്ജിനകത്തോ AC ഇട്ട റൂമിനകത്തോ ഒരു 20 ഡിഗ്രി ടെമ്പറേച്ചറിന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ തേനിൽ പരൽ രൂപപ്പെടും. പരൽ രൂപപ്പെടുക എന്ന് പറയുന്നത് ഇതിൽ ഗ്ലൂക്കോസും മോയ്സ്ചറും ജലാംശവും വേർതിരിഞ്ഞ് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിന് നമ്മൾ വെളിച്ചെണ്ണയ്ക്ക് കട്ട പിടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വെയിലത്ത് വെക്കുന്ന പോലെ ഇത് വെയിൽ കൊണ്ട് ലിക്വിഡ് ഫോമിലേക്ക് മാറും. പലപ്പോഴും കർഷകരെ തെറ്റിദ്ധരിക്കുന്നത് ഈ ഒരു കാരണം കൊണ്ടാണ്. ഒരിക്കലും ഇത് വ്യാജതേനായതുകൊണ്ടല്ല അത് കട്ട പിടിക്കുന്നത്. തേനിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ഒരു ഗുണമാണ്, ഒരു പ്രത്യേകതയാണ് ക്രിസ്റ്റൽ ഫോമുക്ക് മാറുക എന്നുള്ളത്. ക്രിസ്റ്റൽ ഫോമുക്ക് മാറിയ തേൻ ഒരിക്കലും കേടായതല്ല, അത് യൂസ് ചെയ്യാം, ഉപയോഗിക്കാം. 4000 വർഷം പഴക്കമുള്ള തേൻ പിരമിഡിനകത്തുണ്ടായിരുന്നു. ലോകത്തെ ഏറ്റവും പഴക്കമുള്ള തേൻ, അതും ക്രിസ്റ്റൽ ഫോമിലായിരുന്നു. അതും ഭക്ഷ്യയോഗ്യമായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ക്രിസ്റ്റൽ ഫോമുക്ക് മാറിയ തേനിനെ ഒരു രീതിയിലും ആളുകൾ ഒഴിവാക്കേണ്ടതില്ല. എല്ലാ തേനും ക്രിസ്റ്റലാവും. ഇപ്പോൾ പ്രത്യേകിച്ച് കടുക് എന്നൊക്കെ കിട്ടുന്ന തേൻ, ഉത്തരേന്ത്യയിൽ കടുക് തോട്ടങ്ങളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന തേനെടുത്തു കഴിഞ്ഞ് ഒരാഴ്ചക്കുള്ളിൽ അത് ക്രിസ്റ്റൽ ക്രീം ഫോമിലേക്ക് മാറും. കേരളത്തിലുള്ള തേൻ ഏകദേശം ഒരു 1 ഇയർ വരെയൊക്കെ അതിൽ കൂടുതലും സമയം ക്രിസ്റ്റൽ ആവാതെ നിൽക്കാറുണ്ട്. അത് ഞാൻ പറഞ്ഞത് പലതരം പൂക്കളെ, അതായത് ഏത് തരം പൂക്കളിൽ നിന്നാണോ അതിനനുസരിച്ചും, പിന്നെ ഇത് തണുപ്പുള്ള സ്ഥലങ്ങളിലാണോ സ്റ്റോർ ചെയ്യുന്നത് അതിനനുസരിച്ചും വ്യത്യാസപ്പെട്ടിരിക്കും. അതുപോലെ ഇതിലുള്ള ഗ്ലൂക്കോസ് ഫാക്ടോസ് റേഷ്യോക്ക് അനുസരിച്ചും ഇതിൻ്റെ കട്ട പിടിക്കുന്നതിൻ്റെ ക്രിസ്റ്റൽ രൂപപ്പെടുന്നതിൻ്റെ സമയത്തിൽ വ്യത്യാസം വരും. ലോകത്തുള്ള എല്ലാ തേനും ക്രിസ്റ്റലാവും. ക്രിസ്റ്റലാവാതിരിക്കുന്ന പല തേനുകളും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് ഒന്നുമില്ലെങ്കിൽ അതിലേക്ക് ആൻറ്റി ക്രിസ്റ്റലൈസേഷൻ ഏജൻസ് എന്തെങ്കിലും കെമിക്കൽ ആഡ് ചെയ്തുകൊണ്ടോ ആയിരിക്കും, അല്ലെങ്കിൽ വ്യാജതേനാവാനും സാധ്യതയുണ്ട്. ഇപ്പോൾ 100% പഞ്ചസാരയിൽ ഉണ്ടാക്കുന്ന സർബത്ത്, നമ്മളെ കടകളിലൊക്കെ വാങ്ങിക്കുന്ന സർബത്ത് ഏതെങ്കിലും രീതിയിൽ കട്ട പിടിച്ചിരിക്കുന്നത് നിങ്ങൾ കാണാറുണ്ടോ? അത് 100% പഞ്ചസാരയാണ്. അത് കട്ട പിടിക്കുന്നില്ല. തേൻ കട്ട പിടിക്കുന്നത് പഞ്ചസാര ആയതുകൊണ്ടാണെന്ന് ആ ഒരു ഇതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയില്ല. പഞ്ചസാര അടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇത് ക്രിസ്റ്റൽ ഫോമൊക്കെ മാറിക്കൊള്ളണമെന്നില്ല. അത് പഞ്ചസാരയുടെ രൂപസാദൃശ്യം കൊണ്ട് ആളുകൾ തെറ്റിദ്ധരിക്കുന്നതാണ്. ഇത് ക്രിസ്റ്റൽ ഫോമൊക്കെ മാറുന്നത് പഞ്ചസാര കൂട്ടിയത് കൊണ്ടാണ്, തീറ്റ കൊടുത്തുകൊണ്ടാണെന്നുള്ളത് തെറ്റിദ്ധാരണയാണ്. അത് ആർക്കും ഗൂഗിൾ ചെയ്ത് നോക്കാം. തേന് ക്രിസ്റ്റൽ ആവുക എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ളൊരു പ്രത്യേകതമാണ്. തേനിൻ്റെ എല്ലാ ബോട്ടിലും ക്രിസ്റ്റൽ ആവും എഴുതി വെക്കാറുണ്ട്. ചിലത് സ്പീഡായിട്ടാവും, ചിലത് സ്ലോയിലാവും. നമ്മളെല്ലാവരും തേന് കഴിക്കുന്നതാണ്, അതുപോലെ തന്നെ ഒരുപാട് തേന്റെ കൂടെ കാണുന്നതാണ്. പക്ഷെ ഈ റാണിനെ അധ്യാപകർ കണ്ടിട്ടുണ്ടാവില്ല. ഒന്ന് കാണിച്ചു കൊടുക്കുക ഏതാണെന്നില്ലേ?
ഒരു കൂട്ടിൽ ഒരു റാണീച്ച ഉണ്ടാവുള്ളൂ. അപൂർവങ്ങളിൽ അപൂർവമായിട്ട് ഒന്ന് കൂടുതൽ ഉണ്ടാവാറുണ്ട്. പക്ഷെ സാധാരണ ഒരു തേനീച്ച കൂട്ടിൽ ഒരു റാണിയെ ഒരു കൂട്ടിൽ ഉണ്ടാവുള്ളൂ. ആ റാണി നമുക്ക് നോക്കാം. ഏതാണ് റാണി? ഈ വലിയ ഈച്ച, ഈ വലിയ ഈച്ച കാണാൻ പറ്റുന്നില്ല, അതാണ് റാണി. അതെ, ആ ബാക്ക് വലുതായിട്ട് നിൽക്കുന്നത്. അതെ അതെ. ഒരു 2 ഈച്ച 3 ഈച്ചയുടെ സൈസ് കാണും ഒരു ഒറ്റ ഈച്ചക്ക്. ബാക്ക് ഉണ്ടല്ലോ അത്യാവശ്യം നല്ല തടിച്ച രീതിയിൽ. റാണിക്ക് കൂട്ടിലെ ധർമ്മം മുട്ടയിടുക എന്നുള്ളത് മാത്രമാണ്. പിന്നെ അതുപോലെ ഈ കൂടിനെ പിടിച്ചു നിർത്തുന്ന ഒരു ഘടകമാണ് ഈ റാണീച്ച. ഓക്കെ, അപ്പൊ റാണിനെ കണ്ടില്ല എല്ലാവരും. അപ്പൊ ഇക്കാണ്ടൊരു കാര്യം ചോദിക്കാല്ലേ, ഇക്ക സെയിൽ ചെയ്യാറുണ്ടോ? ഞാൻ സെയിൽ ചെയ്യാറുണ്ട്. ആവശ്യക്കാർക്ക് ഇന്ത്യയിൽ എവിടെയാണെങ്കിലും നമുക്ക് കൊറിയർ വഴി എത്തിച്ചു കൊടുക്കാൻ പറ്റും. എത്തിച്ചു കൊടുക്കും. അപ്പൊ ഞാൻ ഇക്കണ്ട നമ്പർക്ക് അതിൽ കൊടുക്കാം. തേൻ മാത്രമല്ല, തേനീച്ച ആവശ്യമുള്ളവർക്ക് വിളിക്കാം. തേനീച്ച കൃഷി ചെയ്യുന്നതിന്റെ കാര്യങ്ങൾ പഠിക്കണം എന്നുള്ളവർക്ക് നമ്മളെ വിളിക്കാം. പിന്നെ അതുപോലെ ബോക്സ് ഒക്കെ കൊടുക്കാറുണ്ടോ? അങ്ങനെ തേനീച്ച കൂടുകൾ കൊടുക്കാറുണ്ട്. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അല്ലേ? നമുക്ക് സ്റ്റോക്കുള്ള സമയത്ത് നമുക്ക് കൊടുക്കാൻ പറ്റും. സീസൺ സമയത്തൊന്നും കൂടുകൾ കർഷകർ ആരും കൊടുക്കൂല. ഓഫ് ടൈമിനാണ് തേനീച്ച കൂടുകൾ കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്പറൊക്കെ ഞാൻ ഈ വീഡിയോക്ക് താഴെ കൊടുക്കാം കേട്ടോ. അപ്പൊ നമ്മൾ ഇതിന്റെ മുന്നേ ഒരുപാട് തേൻ കൃഷിക്കാരെ കുറിച്ചിട്ട് നമ്മൾ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ വീഡിയോ ചെയ്യുന്ന സമയത്തും അതിന്റെ അടിയിലൊക്കെ ഒരുപാട് സംശയങ്ങൾ ചോദിക്കാറുണ്ട് ഇക്ക. അപ്പൊ ഇക്ക എന്ന് പറഞ്ഞ സംശയങ്ങൾ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് മുന്നേ വീഡിയോസ് ചെയ്ത സമയത്തൊക്കെ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാന്ന് കരുതിയിട്ടാണ് ഇക്കാനടുത്ത് വന്നിട്ടുള്ളത്. ഇനി തീരാത്ത സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും അല്ലേ? അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റും അല്ലേ? ഓക്കെ, അപ്പൊ ഒരുപാട് താങ്ക്സ് ഉണ്ട്. എല്ലാ കാര്യങ്ങളും പറഞ്ഞു ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതേപോലെ തന്നെ നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ കൂടുതൽ പേരുടെ അറിവിലേക്ക് വേണ്ടിയിട്ട് മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പൊ ഇനി നമുക്ക് അടുത്ത നല്ല അടിപൊളി വെറൈറ്റി വീഡിയോസുമായിട്ട് കാണാം. ഗുഡ് ബൈ.